ഭരണഘടനയിൽ കക്ഷി രാഷ്ട്രീയമില്ല, ഗവർണർ മുഖ്യമന്ത്രിയില്ല. ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വികാരമാണ്, യാഥാർത്ഥ്യമാണ്. ഭരണഘടനയാണ് പ്രധാനം. മന്ത്രി ശിവൻകുട്ടി കൃത്യമായി പറഞ്ഞതും അതുതന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതും അതുതന്നെയാണ്. രാജ്ഭവനിൽ ഇന്ന് നടന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജപുരസ്കാർ അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചില്ലായിരുന്നുവെങ്കിൽ അതല്ലേ സത്യപ്രതിജ്ഞാ ലംഘനമാവുക എന്ന ചോദ്യത്തിനാണ് പ്രസക്തി കൂടുതലെന്ന് തോന്നുകയാണ്. കാരണം MLA എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനയെ തൊട്ടാണ്, ഭരണഘടനയെ പ്രതിയാണ്. എന്ന് വെച്ചാൽ ഭരണഘടന സംരക്ഷിക്കുകയും ഭരണഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കാതിരിക്കുകയും കൃത്യമായി ഭരണഘടനയെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നതാണ് സത്യപ്രതിജ്ഞയുടെ കാമ്പും കാതലും. ആ വാക്കുകളിലൂടെ പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ വാചകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. അല്ലാതെ തന്നെ അത് നമുക്ക് ഓരോ ഇന്ത്യക്കാരനും ഓരോ മലയാളിക്കും കൃത്യമായി നമ്മുടെ സാമാജികരുടെ, നമ്മുടെ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ അറിയാവുന്നതാണ്. അങ്ങനെ ആയിരിക്കെ, കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കെ രാജ്ഭവൻ കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് 2 ആഴ്ച മുമ്പ്, ഈ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൽ കൃഷിമന്ത്രി P. പ്രസാദ് ബഹിഷ്കരിക്കാൻ ഇടയായ, വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും ഇടയാക്കിയ അതേ ഭാരതാംബ ചിത്രം എന്തിനാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങിൽ അവതരിപ്പിച്ചത്? അത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട് കൃത്യമായി മന്ത്രി പ്രസാദ് അന്ന് തുറന്ന് പറഞ്ഞു, ബഹിഷ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആർക്കും ഒരു രാഷ്ട്രീയ നിലപാട്, ഒരു പ്രത്യയശാസ്ത്രം, ഒരാശയം സ്വീകരിക്കാനും പിന്തുടരാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ പരിപാടിയാകുമ്പോൾ സർക്കാരിന് ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ വ്യവസ്ഥാപിതമായ രീതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഭാരതാംബയുടെ ചിത്രവും ആ ചിത്രം പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശവും ആശയവും അതിലെ കാൽക്കൊടിയുമെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഭരണഘടനയ്ക്കകത്ത് നിൽക്കുന്നതല്ല. ഒരു ഗവൺമെൻറ്റിന് അതിനെ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും പറ്റുകയുമില്ല. ഇന്ന് രാവിലെ അതേ ഭാരതാംബ ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ മന്ത്രി ശിവൻകുട്ടിയെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിക്കുകയാണ് രാജ്ഭവൻ ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന, കൃത്യമായി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന, സെക്യുലറിസത്തിൻ്റെ, മതനിരപേക്ഷയുടെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയം കൃത്യമായി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മുന്നണിയുടെ, ഒരു സർക്കാരിൻ്റെ മന്ത്രി, ആ മന്ത്രി ഇതേ നിലപാട് എടുക്കുകയുള്ളൂ എന്ന് രാജ്ഭവനും ഗവർണർക്കും അറിയാതെയല്ല. ജൂലൈ 5 മന്ത്രി പ്രസാദിൻ്റെ നിലപാട് തന്നെയാവും ജൂലൈ 19 മന്ത്രി ശിവൻകുട്ടിയും എടുക്കുക എന്നതിൽ രാജ്ഭവന് സംശയമുണ്ടായിരിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് മന്ത്രി ശിവൻകുട്ടി ചോദിച്ചതുപോലെ എന്തിനാണ് അങ്ങനെ ഒരു ചടങ്ങ് ആ രീതിയിൽ മാറ്റിയത്? എന്തായാലും മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട് കൃത്യമാണ്. പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന രാജ്ഭവൻ്റെ വിശദീകരണം താൻ തള്ളുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. താൻ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ല, മറിച്ച് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയാണ് എൻ്റെ രാജ്യം, ഇന്ത്യൻ രാജ്യമാണ്, ഭരണഘടനയാണ് എൻ്റെ നട്ടല്, ഞാൻ ഭരണഘടനയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് രാവിലെ ഈ വിവാദത്തിന് തുടക്കത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. പിന്നീടുള്ള വിശദീകരണങ്ങളെല്ലാം കൃത്യമായും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടും അതിൻ്റെ അന്തസ്സത്തെയും ആർജവവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും തന്നെയായിരുന്നു. അതിനിടയിലാണ് രാജ്ഭവൻ്റെ വിശദീകരണം വന്നത്, മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ളത്. ഇത് പ്രോട്ടോകോൾ ഉള്ള കാര്യമല്ല ഭാരതാംബ എന്ന് കൃത്യമായും അദ്ദേഹം പറയുകയാണ്, മന്ത്രി ശിവൻകുട്ടി പറയുകയാണ്.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്ന വിശദമായ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്ത് ഭാരതാംബ സങ്കല്പമാണ് രാജ്ഭവൻ ഉയർത്തിപ്പിടിക്കുന്നത്? അതിൽ കാവിക്കൊടിയുണ്ട്. നമ്മുടെ നിലവിലുള്ള ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തുള്ള രാജ്യങ്ങൾ ആ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ ഭൂപടത്തിലുണ്ട്. അത് അംഗീകരിക്കാൻ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയമുള്ള ആശയങ്ങളുള്ള സർക്കാരിന് കഴിയില്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യം, അതുകൊണ്ടാണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ അത്തരമൊരു നിഷേധാത്മക പ്രത്യയശാസ്ത്രത്തെ തുറന്നു കാണിച്ചുകൊണ്ട് താൻ വേദി വിട്ടത്. അപ്പോൾ അത് പറയുന്നത് വഴി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഭരണഘടന രാഷ്ട്രീയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയം ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മന്ത്രി ശിവൻകുട്ടി ഈ നിലപാടുകളെല്ലാം പറയുന്നത്. അത് പറയുന്നതിൽ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയമെന്നോ CPM രാഷ്ട്രീയമെന്നോ പിണറായിസമെന്നോ അങ്ങനെ ഏത് തരത്തിലുള്ള പേരിട്ട് രാഷ്ട്രീയമായി അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തവർ, ആശയപരമായി ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പറഞ്ഞാലും അങ്ങനെ എന്ത് പറഞ്ഞാലും അതൊന്നും നിലനിൽക്കില്ല. നിലനിൽക്കുന്നത് ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ്, ഇന്ത്യയുടെ ശക്തി, ഇന്ത്യയുടെ ആണിക്കല്ല് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആത്മാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാജ്ഭവൻ ആവർത്തിച്ച് പറയുന്നത്. അതിന് തുടർച്ചയായി പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ജൂലൈ 5 ഉണ്ടായ സംഭവം, അത് കഴിഞ്ഞിട്ട് ഇന്ന് ജൂലൈ 19 സംഭവം, ഇനിയും സർക്കാർ സംഘടിപ്പിക്കുന്ന, രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന മന്ത്രിമാർ ഗവർണർ ഒന്നിച്ച് പങ്കെടുക്കേണ്ട പല സന്ദർഭങ്ങളും വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 15 വരാനിരിക്കുന്നു, മാസങ്ങൾക്കുള്ളിൽ തന്നെ. ഇതിപ്പം ജൂൺ 19 ജൂലൈ ഓഗസ്റ്റ് 2 മാസമേ ഉള്ളൂ. 2 മാസം തികച്ചില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 77ാം സ്വാതന്ത്ര്യ ദിനത്തിന്. അന്ന് ഇതേ നിലപാടായിരിക്കുമോ രാജ്ഭവൻ ഗവർണർ സ്വീകരിക്കുക? അങ്ങനെയാണെങ്കിൽ അത് എത്ര വലിയ ജനാധിപത്യ നിഷേധമായിരിക്കും, ഇന്ത്യൻ ഭരണഘടനയോടുള്ള എത്ര നീചമായ അനാദരവായിരിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയെ ഓരോ ഇന്ത്യൻ പൗരനും ഓർക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമായി കോളനിയാക്കി വെച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നമ്മൾ ധീരമായി പൊരുതി ഓടിച്ചു വിട്ട അതിൻ്റെ ഓർമ്മ ദിനമാണ് സ്വാതന്ത്ര്യദിനം. ആ ദിനത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ഭരണഘടനയോട് ആർജവവും ഏറ്റവും അധികം ഭരണഘടനയോട് ഹൃദയം തൊട്ട ആദരവും പ്രകടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ഈ 2 ദിനങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ. ജനുവരി 26 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ. ആ ദിനങ്ങളിലൊന്നിൽ ഇതേ ഭാരതാംബ ചിത്രവുമായി രാജ്ഭവനും ഗവർണറും ഒരുങ്ങിയിറങ്ങുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക്, മന്ത്രിമാർക്ക്, ജനപ്രതിനിധികൾക്ക് എങ്ങനെ സാധിക്കും? അവർ ഇതേ നിലപാട് തുറന്ന് പറയില്ലേ? പറയേണ്ടതല്ലേ? അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു ഏറ്റുമുട്ടലിനാണോ രാജ്ഭവനും ഗവർണറും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട പദവിയാണ് ഗവർണർ പദവി. അത് ഗവർണർ പദവിയെക്കുറിച്ച് ചർച്ചയും വിവാദവും ഉയർന്ന എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. അതാണ് ഗവർണർ പദവിയുടെ കാതൽ, അതാണ് ഗവർണർ പദവിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് ഗവർണർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഭാരതാംബ സങ്കല്പത്തിൽ കാവിക്കൊടി ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കുണ്ട്. അത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കുമ്പോൾ ഒരു ഔദ്യോഗിക ചടങ്ങിൽ അത് ഔദ്യോഗിക ബിംബമാക്കി, ഇന്നലെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കതാണ്, ഒരു ഔദ്യോഗിക ബിംബമാക്കി അതിനെ മാറ്റുമ്പോഴാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത്. അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭാരതാംബ ചിത്രത്തെയും അതിൻ്റെ കാവിക്കൊടി പിടിച്ച രൂപത്തെയും അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശത്തെയും ധിക്കാരത്തോടെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു പക്ഷേ അനഭിലഷണീയമായ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായേക്കാം. അങ്ങനെ
കാരണമാകുന്നത് ആർക്കാണ് രാഷ്ട്രീയമായി ദോഷം ചെയ്യുക എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം ഭരണഘടനയിൽ കക്ഷി രാഷ്ട്രീയമില്ല, ഗവർണർ മുഖ്യമന്ത്രിയില്ല. ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വികാരമാണ്, യാഥാർത്ഥ്യമാണ്. നമുക്ക് ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കാം, ഭരണഘടന ഉയർത്തിപ്പിടിക്കാം. എല്ലാ ഭാരതാംബമാരും എല്ലാ കാവിക്കൊടികളും അതിനുവേണ്ടിയുള്ള എല്ലാ ദുശ്ശാഠ്യങ്ങളും ഭരണഘടനയ്ക്ക് പുറത്താണ്. ഭരണഘടനയാണ് പ്രധാനം. മന്ത്രി ശിവൻകുട്ടി കൃത്യമായി പറഞ്ഞതും അതുതന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതും അതുതന്നെയാണ്. ജൂലൈ 5-ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞതും അതുതന്നെയാണ്. ഇവരെല്ലാം പ്രധാനം ചെയ്ത് കൃത്യമായും ഒരേ ഭരണഘടനയുടെ ആത്മാഭിമാനവും ആത്മാവും തന്നെയാണ്. അതാണ് കാര്യം. നന്ദി, നമസ്കാരം.